പറ്റിയല്ല. മോളെ കരകയറാൻ വേണ്ടി കരകാട്ടമല്ല കരാട്ട വരെ ഞാൻ ചെയ്യും. എന്നെ അമ്മയാണ് സത്യം. സുരേഷ് ഏട്ടൻ എന്തിനും കയറി തലവെക്കാറുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എനിക്കറിയാം. എന്നോടാ കളി അല്ല പിന്നെ. നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടൻ തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്നാലും കരകാട്ടത്തിനോടൊപ്പം ലാലേട്ടൻ എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കൊച്ചു കളി ഒറ്റ അനുഭവിച്ചില്ല. പ്രഭുദേവയ്ക്ക് ശേഷം നന്നായിട്ട് നൃത്തം ചെയ്യുന്നത് മമ്മൂക്ക തന്നെയാണ്. എന്താണ് കഥ കൂടാനുള്ള മമ്മൂക്ക ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റെപ്പ് തന്നെ വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. എന്തായാലും മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. അണ്ണൻ തമ്പി എന്ന് പറയുന്ന ചിത്രത്തില് ഡബിൾ റോൾ നടക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഞാനാണ്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സ്റ്റെപ്പ് കാരണം ഞാൻ പഠിച്ചു തന്നാണ്. എന്തായാലും കരകാട്ടത്തിനോടൊപ്പം മമ്മൂക്ക. സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. വിക്രം തമ്പിയോട് അത്രയും കൂടി ഉണ്ട്. എന്തായാലും ഈ പ്രോത്സാഹനത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ്. പ്രിയരെ, ഞാൻ ഇവിടെ എത്താൻ കാരണക്കാര് സുരാജും അദ്ദേഹത്തിന്റെ സുഹൃത്തായ രാജേഷുമാണ്. കാരണം ഈ ബ്രാഞ്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവരൊരു പ്രോജക്റ്റില് ഒരു സീരിയലില് ഇത് ഏതാ കക്ഷി ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോകും കൂടെ വരികയാണെങ്കിൽ. കാരണം ഞങ്ങളെ കണ്ടുനോക്കൂല. അപ്പോ ഇവര് എന്നെ നായകനെ പക്ഷെ അത് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പൊ അടുത്ത ജനുവരിയിൽ ഞാൻ നായകനാവുന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ നന്ദി പറയുന്നത് ഇവർക്കാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നായകനെ എന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വെഞ്ഞാറമൂട്ടുകാർ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കും ഇവിടെ തോന്നുന്നു. സത്യമുള്ള ആൾക്കാർ. കാരണം ഈ ഒരു കൂട്ടായ്മ എത്രയോ വർഷമായിട്ട് പലതും ഒന്നാവുന്നു, രണ്ടാവുന്നു, നാലാവുന്നു, പല ഭിന്നിച്ചു പറഞ്ഞു. പക്ഷെ ഈ കൂട്ടായ്മ ഇതിന്റെ പിന്നിൽ ഇനിയും ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ വരാൻ സാധിച്ചുള്ളൂ. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇനിയും എനിക്കിവിടെ പെർഫോം ചെയ്യാൻ സാധിക്കും. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന വെഞ്ഞാറമൂട്ടുകാർക്ക് ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം. ടീനിട്ടും ഇവിടെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് എത്താമെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട്